തിരുവചന പ്രദീപത്തിന്റെ ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ക്രൈസ്തവ ലോകം ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന വിശുദ്ധ വാരമാണിത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ വരുന്ന ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ച എല്ലാ ദിവസങ്ങളും പ്രാർത്ഥനയും വചനധ്യാനവും നോമ്പും വ്രതവുമൊക്കെയായി ജനം വളരെ ഭക്തിയോടെ ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കഴുതയുടെ പുറത്ത് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന സംഭവത്തോടെയാണ് വിശുദ്ധ വാരത്തിന് തുടക്കം കുറിക്കുന്നത്. ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് ജനം ഏറ്റുപാടുന്നത് സഖരിയാ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ നിവൃത്തിയാണ്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. രാജാക്കന്മാർ സാധാരണ കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. എന്നാൽ രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തു ഒരു കഴുതയെയാണ് തിരഞ്ഞെടുത്തത്. തൻ്റെ താഴ്മയെ വ്യക്തമാക്കുമ്പോൾ തന്നെ തൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യവും ഇവിടെ വ്യക്തമാക്കുന്നു. ലോകരാജാക്കന്മാർ കുതിരകളിലും രഥങ്ങളിലും തങ്ങളുടെ സൈന്യബലത്തിലും ആശ്രയിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മശക്തിയോടുകൂടെ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. കഴുതയുടെ പുറത്താണ് കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നതെങ്കിലും ജനം തനിക്ക് കൊടുത്ത ബഹുമാനത്തിന് കുറവൊന്നുമില്ലായിരുന്നു. കഴുതയുടെ മേൽ തങ്ങളുടെ വസ്ത്രം വിരിച്ചു, വഴിയിലും വസ്ത്രം വിരിച്ചു. അങ്ങനെ വിരിച്ചൊരുക്കിയ വഴിയിലൂടെ കടന്നുപോകുന്ന കർത്താവിന് ജനം ഹോശന്ന പാടി, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന് ലഭിച്ച ബഹുമാനം ഒരർത്ഥത്തിൽ കർത്താവിന് മാത്രമല്ല, കർത്താവിനെ ചുമക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച കഴുതയ്ക്കും കൂടിയാണ് ലഭിച്ചത്. കർത്താവിന് ഹോശന്ന പാടിയവർ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കർത്താവിനെ ക്രൂശിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെസഹ ദിവസം ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി ഒരു ഊനമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെടണമായിരുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പെസഹ ദിവസം തന്നെ പെസഹ കുഞ്ഞാടിന്റെ പൊരുളായ ക്രിസ്തു അറുക്കപ്പെട്ടു എന്ന് ന്യായമായി ചിന്തിക്കാം. പൊതുവെ വെള്ളിയാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് ജനം ചിന്തിക്കുന്നു. വെള്ളിയാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിക്കുള്ളിൽ ഇരിക്കേണ്ടിയിരിക്കുന്നു എന്ന പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടില്ല എന്ന് വരും. ആഴ്ചതോറും വരുന്ന 7-ാം ദിവസ ശബത്തിന്റെ തലേദിവസമായ വെള്ളിയാഴ്ചയല്ല, വലിയ ശബത്തിന്റെ തലേനാളായ ഒരുക്കനാളിൽ അഥവാ പെസഹ ദിവസം തന്നെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ആ ക്രൂശീകരണത്തിന്റെ ഓർമ്മ നമ്മുടെ ആത്മീയ നവീകരണത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നതിന് തർക്കമില്ല. എന്നാൽ എന്തുകൊണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം ഇത് ദുഃഖവെള്ളി എന്ന നിലയിൽ ആചരിക്കുന്നു? ദുഃഖവെള്ളിയിലെ അനുതാപവും പ്രാർത്ഥനയും കുരിശിന്റെ വഴിയുമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുവാനുള്ള തത്രപ്പാടിലാണ് ജനം. അതുവരെ ആചരിച്ചു വന്ന നോമ്പും വ്രതവുമെല്ലാം കേവലമൊരു ആചാരമായി മാറുന്നു. ചിറ പോലെ കെട്ടി നിർത്തിയ വെള്ളം ചിറ പൊളിച്ചാലുള്ള അനുഭവം എന്തായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നൊയമ്പ് വീടുന്നതോടെ ഈസ്റ്റർ എന്ന പേരിൽ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ വികലമാക്കുന്നു. പത്രമാധ്യമങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഏറ്റവും അധികം ലഹരി ഉപയോഗവും നടക്കുന്നത് അന്നായിരിക്കും. ക്രിസ്തുവിന്റെ പവിത്രമായ ജനനം, മരണം, പുനരുത്ഥാനം ഇവയെല്ലാം ആഘോഷിക്കണമെങ്കിൽ കള്ളും കഞ്ചാവും ലഹരിയും അത്യാവശ്യ ഘടകമായി മാറുന്നു. ഇങ്ങനെയുള്ളവരോട് പ്രവാചകൻ ചോദിക്കുന്നത് ഇപ്രകാരമാണ്: എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യർ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ എന്ന് നോമ്പ് നോൽക്കുന്നത്. യെശയ്യാവ് 22 പറയുന്നത് പോലെ ആത്മതപനത്തിനും യഥാസ്ഥാപനത്തിനും ദൈവം വിളിക്കുമ്പോൾ ജനം കാളയറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. തുടർന്ന് ദൈവം അരുളി ചെയ്യുന്നത്, നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്നാണ്. ഇതുതന്നെയല്ലേ ഇന്നും നോമ്പ് വീടലിനോടനുബന്ധിച്ച് നടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവുമെല്ലാം വർഷത്തിൽ ഒരിക്കലല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഓർക്കേണ്ടതാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ച കർത്താവിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ക്ഷീണമെല്ലാം മാറിപ്പോകുന്നു. നാം അനുഭവിക്കേണ്ട കഷ്ടങ്ങളാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ അനുഭവിച്ചത്. നമ്മുടെ നരകയാതന മുഴുവൻ ക്രിസ്തു തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു.
അനുഭവിച്ചു. ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച കർത്താവ് ഒടുവിൽ ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വെടിഞ്ഞു. നമ്മോടുള്ള ദൈവസ്നേഹം ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ആ ക്രൂശിനെ കുറിച്ചുള്ള ധ്യാനം നമ്മുടെ ആത്മീക മന്ദതയും ക്ഷീണവുമെല്ലാം അകറ്റി നമ്മെ ചൈതന്യമുള്ളവരാക്കുന്നു. ഇനി പാപത്തെ സ്നേഹിക്കുവാൻ അവർക്ക് കഴിയില്ല. ജീവിതകാലം മുഴുവൻ വിശുദ്ധിയിൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കുന്നു. കേവലം ആചാരപരമായ ദുഃഖവെള്ളിയും ഈസ്റ്ററുമല്ല നമുക്കിന്ന് ആവശ്യം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോഴുണ്ടാകുന്ന ആത്മസന്തോഷവും വിശുദ്ധ ജീവിതവുമാണ് ആവശ്യം. അതിന് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന അങ്ങയെ എൻ്റെ സ്വന്തം രക്ഷകനും എൻ്റെ കർത്താവും ദൈവവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. അവിടുത്തെ മഹത്വത്തിനായി ശിഷ്ടകാലം ജീവിപ്പാൻ എന്നെ പൂർണ്ണമായി അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം ഇവ കേവലം ഒരു ആചാരമായിട്ടല്ല, എൻ്റെ ജീവിതത്തിൽ ആത്മചൈതന്യം നൽകുന്നൊരു അനുഭവമായിട്ട് ഞാൻ ഇന്നു മുതൽ അംഗീകരിക്കുന്നു. കർത്താവേ, തുടർന്നുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്ത് അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാൻ എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു തരുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.